ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. നിങ്ങളിത് വൈകിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഇതിപ്പോൾ രാവിലെ എടുക്കുന്ന വീഡിയോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഉറക്കം എണീറ്റിട്ടുള്ളൂ, തല ഒന്ന് ജസ്റ്റ് ഒന്ന് കോതി കെട്ടി, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. കൈ അയക്കുന്ന എനിക്ക് കേട്ടോ, കുറച്ച് നേരം വെച്ചപ്പോൾ നേരത്തെ എഴുന്നേറ്റു. പക്ഷേ വീണ്ടും കിടന്ന് ഉറങ്ങി. രാവിലെ മോള് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൂരമൊക്കെ അല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അവർ ഒരുമിച്ചാണ് പോകുന്നതൊക്കെ. അപ്പോൾ അവളെ കൊണ്ടാക്കാനായിട്ട് ചേട്ടൻ പോയപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിന്നെന്താണ്, ഇന്നൊരു വിശേഷം ഉണ്ട് കേട്ടോ. അപ്പോൾ വിശേഷം എന്താണെന്ന് പറയാമല്ലേ. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. നമ്മളിങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടാണല്ലോ നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ രാവിലെ ചേട്ടൻ്റെ അടുത്ത് വിഷൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടു. വിഷൊക്കെ ചെയ്തു. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. രാവിലെ 5:50 മോൾക്ക് ട്രെയിന്. അപ്പോൾ അവൾ 5 മണിയായപ്പോൾ ഇവിടെ നിന്ന് പോയി. അപ്പോഴേ ഉണന്ന് ഞാൻ മൊബൈലിൽ നോക്കിയൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ എപ്പോഴോ കുറച്ചുകൂടെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെന്താണ്, അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കുറേ വിഷസൊക്കെ ഇങ്ങനെ വന്ന് നടക്കുന്നു. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അപ്പോൾ ഇന്നങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. അങ്ങനെ സാധാരണ ഒരു ദിവസം പോലെയൊക്കെ തന്നെയാണ്. സാധാരണ നമ്മൾ ചെറിയ ചെറിയ ആഘോഷം സ്പെഷ്യൽ ഡേയ്സും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ വലിയ ആഘോഷം എന്ന് പറയാൻ ഇല്ല. ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി തീരുമാനം എടുക്കുന്നെങ്കിലേ ഉള്ളൂ. പിന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും അങ്ങനെ പറയല്ലേ, പിന്നെന്താണെന്ന് പലരും പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിഷയം കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കുക. വീണ്ടും പറയാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നിന് ചേട്ടന് ഓഫീസിലൊക്കെ പോകണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല നല്ല കമൻറ്റ്സ് ഇടുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. ചിലർ കണ്ടുകൊണ്ടിരുന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ ഉണ്ടാക്കത്തില്ല. എന്നോട് ചോദിച്ചപ്പോൾ കേക്കൊന്നും വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അപ്പോൾ നോക്കട്ടെ, എൻ്റെ ഒരു മൂഡ് കണക്കിരിക്കും ഓരോരോ കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് രാവിലെ അരി അടുപ്പത്തിടുവാണ് കേട്ടോ. കുറച്ച് ചോറ്, ചേട്ടന് ഓഫീസിൽ പോകണം, പിന്നെ ചോറ് കൊണ്ടുപോകണം. പിന്നെ ഞാനും ഗൗതൂട്ടന് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് അരിയിട്ട് ചോറ് വെച്ചു, കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് ഞാൻ വിസിലേക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സദ്യ ഒന്നും വെക്കണ്ട, കാരണം ഇപ്പോൾ വിഷുവിന് സദ്യ അങ്ങോട്ട് വെച്ച് കഴിച്ചതേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പായസമൊക്കെ കുടിച്ച് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സദ്യ വേണ്ട, പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പയറുപരിപ്പ് ഞാൻ കുറച്ചെടുത്ത് കഴുകി, അന്ന് വാങ്ങിച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. 3-4 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വേകാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിടണ്ട. ഉപ്പിട്ടാൽ പരിപ്പ് പെട്ടെന്ന് വേവത്തില്ല. അതുകൊണ്ട് അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു അവിയൽ വെച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ വീണ്ടും മുണ്ടങ്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മമ്മി അന്ന് വിഷുവിന് തന്നെ അവിയൽ വെക്കാനായിട്ട് കുറച്ച് കൊടുത്തു വിട്ടതിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്തിട്ട്
അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുണ്ടങ്കായും ഒരു ക്യാരറ്റും മത്തനും എല്ലാം കൂടിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നമുക്ക് ചട്ടിയിലൊന്ന് പിന്നെ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ കുക്കറിലല്ലേ വെക്കുന്നത്, കുക്കർ ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഒഴിവില്ലാത്തതല്ല, ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചട്ടിയിൽ വെറൈറ്റി ആയിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നും വലിയ പരിപാടികളൊന്നുമില്ല. അങ്ങനെ അത് അരിഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ കുറച്ച് മട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസമായി. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കവറിൽ ഇങ്ങനെ നീളനെ വെച്ചിരുന്നതുകൊണ്ട് അത് പാത്രത്തിനകത്ത് ഇട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഉള്ള കണക്കിനൊക്കെ വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമെന്നൊന്നും എനിക്കറിയണ്ട. കാരണം അത്ര ഐസായിപ്പോയി മട്ടൻ. അങ്ങനെ ഞാൻ വെച്ച് അതിൻ്റെ പകുതിയെ എടുത്ത് വെക്കുന്നുള്ളൂ. അത്രയൊന്നും വെച്ചാൽ ഇവിടെ ചിലവാകത്തില്ല. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളമൊഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും അരപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം പോകാനായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പരിപ്പ് അധികം പൊങ്ങി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ അധികം അത് പൊങ്ങി കളയത്തൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പരിപ്പിനുള്ള അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ല, അരപ്പ് നമ്മൾ സാധാരണ തോരത്തിനൊക്കെ അരയ്ക്കുന്ന അതുപോലത്തെ അരപ്പൊക്കെ തന്നെയാണ്. പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള അരപ്പ് തന്നെയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ പിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്താൽ ചേർത്ത് അരയ്ക്കണ്ട. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് തണുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പം പോലെ കട്ടിയായിപ്പോവും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കടുക് വറുത്ത് എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രിങ്ക് കുടിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്ലാക്സ് സീഡ് വാട്ടർ കുടിക്കുന്നുണ്ട്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ എടുത്ത് കലക്കി എടുക്കുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുടിച്ച് തീർന്നില്ല, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ അരപ്പൊക്കെ എൻ്റെ പച്ചമണമൊക്കെ പോയി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിയലിന് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മുടെ തൈരില്ലേ, തൈര് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ലാസ്റ്റിൽ വാങ്ങി വെക്കാറാകുമ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്താൽ നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് മണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ എല്ലാ വർഷവും നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും മമ്മിയും ചിന്നുവും റോബിയും എല്ലാവരും വരാറുണ്ട്, വന്ന് നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാറുണ്ട്. ഇത്തവണ എന്തോ അതിനൊരു ഇതില്ല. കാരണം ചിന്നുവിന് ടൈമില്ല. അതിന് ഓരോരുത്തർക്കും ഓരോരോ ഇത്, മമ്മിക്ക് പനി, പിന്നെ ലച്ചൂട്ടനില്ല, അങ്ങനെ ആരും ഇല്ലാതെ നമുക്കൊരു ആഘോഷം ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ. ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ട് നനച്ചെടുത്ത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കുറ്റിയിൽ ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ നമ്മുടെ ഇവിടെ അടുത്ത്, എനിക്ക് തേങ്ങ തിരികുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ചേട്ടനാണ് തേങ്ങ തിരികെ തരുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ചേട്ടൻ പറഞ്ഞ് ഇനി തേങ്ങ തിരികെ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. മാർഗ ബസാറില്ലേ, നമ്മൾ മോനെ കൊണ്ടാക്കാനൊക്കെ പോകുന്ന അവിടുത്തെ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ തേങ്ങ നമ്മൾ വാങ്ങിയാൽ അവർ തിരികെ തരും കേട്ടോ. നമ്മൾ കൊച്ചി ലുലുമാണെന്നാണ് പറയുന്നത്. അവിടെ തേങ്ങ തിരികെ തരും. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് അവിടെ തന്നെ കൊടുത്ത് തിരികെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫ്രീസറിനകത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2-3 തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് തിരികെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ആവശ്യത്തിനുള്ളത് താഴെ ഫ്രിഡ്ജിലും വെച്ചിട്ട് കുറച്ച് ഫ്രീസറിലും വെച്ചേക്കും. അപ്പോൾ അങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച തേങ്ങയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അത് വാർത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മട്ടൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. കാരണം അത് പിന്നെന്താണ് മുഴുവനായിട്ട് വെക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് അരപ്പുകളൊക്കെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. പുരട്ടി കുറച്ച് നേരം വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഷ്ണത്തിലോട്ടൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ കൂടി ഇട്ട് വഴട്ടി എടുത്തിട്ട് ചേർത്താലും മതി. പക്ഷെ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് വെക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പൊടികൾ എണ്ണയിൽ കൂടി തന്നെ ഇട്ട് ഉള്ളിയിൽ കൂടെ ഇട്ട് വഴറ്റി എടുക്കാറാണ് കേട്ടോ ചെയ്യണം. ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചോറായി, പരിപ്പായി, അവിയലായി, ഇനി ഒരു മട്ടൻ കറി കൂടെ ആകുമ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് എന്തായാലും കുശാലായി.
അപ്പോൾ അരപ്പൊക്കെ പുരട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിനുള്ള സവാളയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നത്. ചെറിയ ഉള്ളിയും കൂടി ഇട്ടാലേ മട്ടൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളൂ. ചിക്കൻ ആയിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിക്കന് പിന്നെ പൊതുവേ അങ്ങനെ അധികം ആരും കൂടുതലും വലിയ ഉള്ളി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ ഉള്ളി തൊലിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് ഇന്നിപ്പോൾ മട്ടൻ കറി വെക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കർ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. അല്ലെങ്കിൽ കുറേ സമയമെടുക്കും, ചട്ടിയിലിട്ടിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് നമ്മുടെ കുക്കറിൽ എണ്ണയും കടുകും ഒക്കെ ഇട്ട് കൊടുത്ത് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണേ. നമ്മൾ സവാളയിൽ ഉപ്പ് ചേർക്കണ്ട, കാരണം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചിക്കനല്ല മട്ടൻ്റെ കഷ്ണങ്ങളിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അത് വിസിൽ കേട്ട് വരുമ്പോഴത്തേക്കും, കാരണം നമ്മൾ ചിക്കനെക്കാട്ടിലും കുറച്ചും കൂടെ വിസിൽ കേൾപ്പിക്കണമല്ലോ, അപ്പോഴത്തേക്കും ഉള്ളി നന്നായിട്ട് വെന്ത് നല്ല അലുത്ത് വരും. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് പോയതിന് ശേഷം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മട്ടൻ കഷ്ണങ്ങൾ അതിലേക്ക് വാരിയിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി, ആ പാത്രം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അതിലിരിക്കുന്ന അരപ്പൊക്കെ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഒന്ന് കലക്കി അതിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇവിടെ കുറച്ച് ഇങ്ങനെ കറി ലൂസായിട്ട് വേണമേ. അപ്പോൾ അത് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളിക്ക് ഇട്ടില്ലേന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. തക്കാളിക്ക് ഞാൻ 2 എടുത്തുകൊണ്ട് വന്ന് അത് കട്ട് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് അഴുക്കായിപ്പോയി. ബാക്കി 2-3 കേടായിപ്പോയി. അതുകൊണ്ട് അതിനും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി, മട്ടൻ കറിയൊക്കെ റെഡിയാക്കി. എനിക്ക് 1-2 റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ചോറ് കഴിച്ച് തീരാറായപ്പോഴാണ് കേട്ടോ ഓർമ്മിച്ചത്, അയ്യോ നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ അത്. പിന്നെ പെട്ടെന്ന് ഞാൻ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. ചോറ് കഴിച്ചു. ഗൗതുട്ടൻ ടിവിയുടെ മുമ്പായിരുന്നു കഴിക്കുന്നുണ്ട്. മട്ടൻ കറിയും പരിപ്പും അവിയലൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുവാണേ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നത് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കേട്ടോ. അതെ, ഞാൻ, സൗമ്യ, മിസി കൂടെ ഇട്ട് ആയിരിക്കുന്ന മഞ്ഞ ചുരിദാറില്ലേ, അതാണ് സിന്ധുവിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പോയത്. അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന വെള്ളമൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ നമ്മളിങ്ങ് പോന്നു. കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കൂടാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇനി ഒരു വലിയൊരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് നടക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നേരെ മമ്മിയുടെ വീട്ടിൽ വന്ന് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടാണ് പിന്നെ വൈൻഡപ്പ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഹലോ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇവിടേക്ക് ഒന്ന് തൂത്തിറക്കണം. ഞാൻ ഉച്ചയ്ക്ക് പോയതല്ലേ, അപ്പോൾ ഇവിടേക്ക് ഒന്ന് തൂത്തിറക്കണം. പിന്നെന്താണ്, കുളിക്കണം. അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇനി വൈകിട്ട് ചേട്ടൻ വന്നിട്ട് വേണം ഒന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടൻ ഓഫീസിൽ പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. ഞാനും ഗൗതൂട്ടനും കൂടിയിട്ട് ആണ് കഴിച്ചത്. ഗൗതൂട്ടൻ ടിവിയുടെ മുമ്പ് ഇരുന്നാണ് കഴിച്ചത്, ഞാനവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇനി ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഉണ്ടാക്കാനുള്ളൊരു മൂഡ് തോന്നിയില്ല, കാരണം മോളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവളും കൂടിയൊക്കെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിഷു ആഘോഷം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഉടനെ പിന്നും ഒരു വലിയൊരു ആഘോഷം വേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഞെട്ടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ പോവാണ്ട. ഇതുവരെയും അങ്ങനെയാണ്. ഇനി ചേട്ടൻ വന്നിട്ട് എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ച് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഷോർട്സായിട്ടോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, നല്ല നല്ല കമൻറ്റ്സ് ഇടാൻ മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.